താമ്രയുഗത്തിനും ശിലായുഗത്തിനും മധ്യേ ആവാസങ്ങളുടെ ഗോത്രവൽക്കരണം വ്യാപകമായി വിസ്തൃതമാക്കപ്പെട്ട ഒരു ജനതയുടെ ചിന്തയും സംസ്കൃതിയും സാമൂഹ്യവൽക്കരിക്കപ്പെട്ട മാനവികതയ്ക്കു നൽകിയ ദാനവും ഉപഹാരവുമാണ് മലനടകൾ. ഇത് കാലത്തിനൊപ്പം ചരിത്രമുദ്രണം ചാർത്തപ്പെട്ട നെടുംകുന്നു മലനട. ഇത് തുവയൂർ വടക്ക് നെടുങ്കുന്ന് മലനടയാണ്. ഇതിന്റെ പേര് അങ്ങനെയാണ്. ഇവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും സങ്കല്പത്തില് മഹാദേവനും ദേവിയുമാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന സങ്കല്പത്തിലാണ് ഞങ്ങൾ ആചരിച്ചു പോരുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാന വഴിപാട് മലപൂജയാണ്. മലപൂജ അത് ചെയ്യുന്നത് ഊരാളിയും പൂജാരിയും ചേർന്നാണ്. ഇവിടെ രണ്ട് പേരുമുണ്ട്, ഊരാളിയുണ്ട് പൂജാരിയുണ്ട്. മലപൂജ പ്രധാന വഴിപാട് അത് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ചേർന്നാണ്. അത് കൂടാതെ അമ്പംവില്ലും മഞ്ഞൾപ്പറ രുദ്രാക്ഷപ്പറ എന്നിവയുണ്ട്. ഇവിടെ മറ്റ് മലനടകളെ അപേക്ഷിച്ച് ഇവിടെ സപ്താഹം എല്ലാ വർഷമുണ്ട്. അതിഗംഭീര ഉത്സവങ്ങൾ, കെട്ടുകാഴ്ച, ഇത് അതിഗംഭീരമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര വർഷമായെന്ന് ആർക്കും ഒരു കണക്കും പറയാൻ പറ്റുന്നില്ല. ഇത് 86 ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ട് അത് പുതുക്കാനൊന്നും കഴിയാതെ വന്നിട്ട് വീണ്ടും ഇപ്പം 2022 പത്തനംതിട്ട രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും രജിസ്ട്രേഷൻ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. മറ്റാചാരങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടുപോയിട്ടില്ല. 12 വർഷം തുടർച്ചയായിട്ടുണ്ട്. അപ്പൊ അതിനെ ശിവപുരാണം നടത്തിയിരുന്നു 12 വർഷം തുടർച്ചയായിട്ട്. ഇപ്പോൾ ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പൊ 3ാമത് കഴിഞ്ഞു. അടുത്ത മാർച്ച് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് 4ാമത്തെ സപ്താഹത്തിന് തുടങ്ങും. 7 വർഷം അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നീട് നമ്മൾ ദേവപ്രശ്നം ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും അടുത്ത എന്ത് വേണമെന്ന്. ഇവിടെ വേറെ പ്രത്യേകതയുണ്ട്. ഇവിടെ പെർമനന്റ് ആളുണ്ട്, ജന്മി. മറ്റ് മലനാട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജന്മി എന്ന് പറഞ്ഞൊരു പെർമനന്റ് അംഗമുണ്ട്. അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല. അദ്ദേഹം തന്നെയാണ് അടുത്ത ജന്മികയെ തിരഞ്ഞെടുക്കുന്നത്. അതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ. പിന്നെ ഭരണസമിതിയില് ഇപ്പോഴത്തെ ഭരണസമിതിയില് 28 അംഗങ്ങളുണ്ട്. അവരാണ് ഇതിന്റെ ക്ഷേത്രത്തിന്റെ ഭരണം കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ. പിന്നെ ഞാൻ പൂജാരിയുടെ ഇത് അദ്ദേഹമാണ് ഇവിടുത്തെ പൂജാരി. ഒരാളി ഇപ്പോൾ വന്നിട്ടില്ല. ഒരാളിക്ക് വൈകിട്ടേ റോളുള്ളൂ. പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാണ് എൻ്റെ. പിന്നെ ഇവിടെ നാഗദൈവങ്ങളുമുണ്ട്. അതിന് ഈ ഉത്സവം സംബന്ധമായ സമയത്ത് പ്രത്യേക തന്ത്രിയുണ്ട്. ഈ ഇവിടുത്തെ പൂജാരി ഒരാളെയും കഴിയാതെ തന്ത്രി വന്നിട്ട് കലശവും അതിന് പ്രത്യേക പൂജകളൊക്കെ ആ ദിവസങ്ങളുണ്ട്. അത് കൊടിയേറ്റ് ദിവസമാണ്. അതുകൊണ്ട് ഇവിടെ കൊടി കയറുന്നത് ജന്മിയാണ്.
കൊടി ഇറക്കുന്നതും ജന്മിയാണ്. ആ ഒരു പ്രത്യേകതയുണ്ട്. അതൊരു കൊടിയേറ്റ ദിവസം പൊങ്കാലയുണ്ട്. ഇത് മൂന്നാം വെള്ളി കൊടിയേറി 4-ാം വെള്ളി ഉത്സവം. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കെട്ടുകാഴ്ച അതിഗംഭീര കെട്ടുകാഴ്ചയാണ്. കഴിഞ്ഞ കെട്ടുകാഴ്ച 14 കെട്ടുരുപ്പിഴകൾ ഉണ്ടായിരുന്നു. അതേപോലെ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് കരയായിട്ട് നിശ്ചയിച്ചിട്ടില്ല, എങ്കിലും ഭക്തജനങ്ങളുടെ സാമീപ്യം ഒരുപാടുണ്ട്. ഇവിടുത്തെ മലപൂജ എന്ന് പറയുന്നത് എല്ലാവർക്കും വിശ്വാസമുള്ളൊരു കാര്യമാണ്. ഭയങ്കര വിശ്വാസമാണ് അത്. മലപൂജ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതിയും എല്ലാ വെള്ളിയാഴ്ചകളും നടക്കുന്നത്. അല്ല, ഡെയിലി ഉള്ളൊരു പൂജയല്ല മലപൂജ എന്ന് പറയുന്നത്. വെള്ളിയാഴ്ചകളിലും മലയാള മാസം 1-ാം തീയതി ആണ് മലപൂജ നടക്കുന്നത്. ബാക്കിയുള്ള നേർച്ചകളൊക്കെ എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ ഗണപതി ഹോമം, നിത്യജോമം ഇതൊന്നും സ്ഥിരമായിട്ട് ഇവിടെ അതില്ല. ഇവിടെ അത് ഈ സപ്താഹ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. വില്ലും ശരം സമർപ്പണം, പറ, മഞ്ഞൾപ്പറ, ശേഷപ്പറ, നെൽപ്പറയും ഡെയിലി ഇല്ല. അത് ഉത്സവ സമയത്ത് കൊടിയേറിയ ശേഷം മാത്രമേ നെൽപ്പറയുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ.